കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി എന്ന എപ്പിസോഡ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സാരഥികളാണ്. കണ്ണപുരം എന്ന് പറഞ്ഞ കൊച്ചു പഞ്ചായത്താണ്. ഇവിടെ സഹകരണ രംഗത്ത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സഹകരണ പ്രസ്ഥാനമാണ് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക്. ഏതാണ്ട് 68 വർഷം പഴക്കമുണ്ട് ഈ പ്രസ്ഥാനത്തിന്. 270 കോടിയുടെ പ്രവർത്തന മൂലധനമുണ്ട്. 29,000 അംഗങ്ങളുണ്ട്. ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളുമായി ക്രയവിക്രയം നടത്തുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന വലിയൊരു സഹകരണ പ്രസ്ഥാനം. ഇന്ന് നമ്മൾ ദേശീയപാതയിൽ നിന്ന് വളപട്ടണത്ത് തിരിഞ്ഞ് പഴയങ്ങാടിയിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്ത് അതിൻ്റെ ആസ്ഥാന മന്ദിരം കാണാം. കോർപ്പറേറ്റുകളെ വെല്ലുന്ന തരത്തിൽ വലിയൊരു കെട്ടിട സമുച്ചയം. അതിനകത്ത് 3 ഹാളുകൾ, വലുതും ചെറുതുമായ 3 ഓഡിറ്റോറിയങ്ങൾ. കാർഷിക മേഖലയിലും ബിസിനസ് രംഗത്തുമെല്ലാം സക്രിയമായി ഇടപെടുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിലൂടെയും അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ നാൾവഴികളിലൂടെയുമാണ് ഇന്ന് നമ്മുടെ സഞ്ചാരം. അതിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ടി കെ ദിവാകരൻ. അദ്ദേഹം കണ്ണപുരം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു 5 വർഷക്കാലം. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. CPMൻ്റെ പ്രാദേശിക നേതാവായിരുന്നു. മാടായി റൂറൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തോടൊപ്പം 27 വർഷമായി സഞ്ചരിക്കുന്നയാളാണ് അതിൻ്റെ സെക്രട്ടറി കെ ശിവദാസൻ. ഇവർ രണ്ടുപേരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവരിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഇതിൻ്റെ വഴികൾ എന്താണെന്നും നമുക്കൊന്നറിയാം. പ്രേക്ഷകർക്കും ഒപ്പം ഇതിൻ്റെ സാരഥികൾക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ ടി കെ ദിവാകരനിൽ നിന്ന് തുടങ്ങാം. ആദ്യം താങ്കളെ ഒന്ന് അറിയണ്ടേ. താങ്കൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ കണ്ണപുരം കീഴറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. മാതാപിതാക്കൾ അച്ഛൻ പി കൃഷ്ണൻ നമ്പ്യാർ, അമ്മ കാർത്തിയായി. അവരെന്ത് ചെയ്യുന്നു? അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മ വീട്ടമ്മയായിരുന്നു. എത്ര മക്കളായിരുന്നു ഞങ്ങൾ 7 പേരായിരുന്നു. എത്രാമത്തെ ആളാണ് നിങ്ങൾ? ഞാൻ 6ാമത്തെ ആളാണ്. ഇളയ ആളാണ്. 6ാമത്തെ ആൾ. യെസ്. ബാക്കി സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സഹോദരങ്ങളിപ്പോൾ 2 പേര് മരണപ്പെട്ടു. മൂത്ത 2 സഹോദരികൾ മരണപ്പെട്ടു. ഒരാൾ കീഴറ സ്കൂൾ HM ആയിരുന്നു. അവർ മൊറാഴിയിൽ താമസിക്കുന്നുണ്ട്. ഏട്ടൻ പട്ടാളത്തിലായിരുന്നു. അവരിപ്പോൾ മൊറാഴിൽ താമസിക്കുന്നുണ്ട്. എൻ്റെ അനുജൻ കീഴറയിൽ തന്നെ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ കുടുംബാംഗങ്ങളെല്ലാം സെറ്റിൽഡാണ്. താങ്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസം കീഴറ സ്കൂളിലായിരുന്നു 5ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് ചെറുകുന്ന് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പിന്നെ SSLC വരെയാണ് പഠിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ? അന്നത്തെ ജീവിത രീതികളൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ ജീവിത രീതിയെല്ലാം പ്രയാസം നിറഞ്ഞ ജീവിത രീതി തന്നെയായിരുന്നു. പ്രയാസമുണ്ട്. അച്ഛൻ അധ്യാപകനാണെങ്കിൽ അന്ന് അധ്യാപകർക്കെല്ലാം തന്നെ വളരെ ചെറിയ ശമ്പളം മാത്രമുള്ളൊരു കാലമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഞാൻ SFIയുടെ ചെറുകുന്ന് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. 70 മുതൽ. SFI അവസാനമായി പരാജയപ്പെട്ട വർഷമാണത്. അതുവരെ അവിടെ KSU ആണ് ജയിച്ചു വന്നിരുന്നത് എല്ലാ വർഷങ്ങളിലും. പരാജയപ്പെടുത്തി SFI വിജയിച്ചത് 74 മുതലാണ്. ഞാൻ മത്സരിച്ചത് 73 പരാജയപ്പെട്ടു. അന്ന് ഓൾ പോളിംഗ് ആയിരുന്നു സ്കൂളിൽ. ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുത്തിട്ട് സ്കൂൾ ലീഡർ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമല്ല. മുഴുവൻ കുട്ടികൾ, ഏതാണ്ട് 2600 കുട്ടികളുള്ള സ്കൂളായിരുന്നു അന്ന്. അതിൽ മത്സരിച്ചപ്പോൾ 81 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം മുതൽ ഈ വർഷം വരെ സ്ഥിരമായിട്ട് SFI ജയിക്കുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് ശരിക്കും കണ്ണപുരം എന്ന് പറയാം. എപ്പോഴും ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അല്ലേ? എങ്ങനെയാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിലേക്കുള്ള രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ്? അന്ന് ആരൊക്കെയായിരുന്നു റോൾ മോഡലായിട്ടുണ്ടായിരുന്നു നേതാക്കൾ? ഞാൻ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് EP ജയരാജനായിരുന്നു SFIയുടെ ജില്ലാ സെക്രട്ടറി. പ്രസിഡന്റ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ഉണ്ടായിരുന്നു. നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. നല്ല സൗഹൃദം. അവരൊക്കെ അന്ന് സ്കൂൾ ലീഡർ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെയൊക്കെ ബന്ധമുണ്ട്. സംഘർഷത്തിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ സംഘർഷം ഉണ്ടായിരുന്നു? സംഘർഷം ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും അങ്ങനെ ഉൾപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ SFIക്ക് ശേഷം പിന്നെ ഏത് മേഖലയിലേക്കാണ് വന്നത്? പിന്നീട് ഞാൻ യുവജന രംഗത്ത് പ്രവർത്തിച്ചു. അതിന്റെ വില്ലേജ് സെക്രട്ടറി ആയിരുന്നു കുറച്ചു കാലം. ബ്ലോക്ക് തലത്തിലും അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ കഴിഞ്ഞപ്പോൾ 25 വർഷത്തിന് മേലെ 25 വർഷം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം സർവീസിൽ എവിടെയെങ്കിലും ജോലിക്ക് സർവീസിൽ ഞാൻ പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ കോപ്പറേറ്റീവ് പ്രസ്സിൽ ജോലിക്ക് കയറി.
അടിയന്തരാവസ്ഥ ഉള്ള സമയത്താണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പ്രക്ഷോഭത്തിലെല്ലാം പങ്കെടുത്തു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രകടനത്തിൽ പങ്കെടുത്തു. അതേക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് തിരിച്ചു വരാം. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്രട്ടറി ഒന്ന് അറിയണ്ടേ, എന്തായിരുന്നു 27 വർഷം, എവിടെയാണ് സെക്രട്ടറി ജനിച്ചതെല്ലാം? ഞാൻ കണ്ണപുരത്ത് തന്നെയാണ്. കണ്ണപുരത്ത് ചെമ്മരവയൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. മാതാപിതാക്കളൊക്കെ? അച്ഛൻ, അമ്മ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു രണ്ടുപേരും. എത്ര സഹോദരങ്ങളായിരുന്നു? ഞാൻ കൂടാതെ 4 ആളാണ് സഹോദരങ്ങൾ. അവരൊക്കെ? 2 സഹോദരിമാർ, അതിൽ ഒരാൾ മരണപ്പെട്ടു. ഒരാളിപ്പോൾ വീവേഴ്സ് സൊസൈറ്റി ജോലി ചെയ്യുകയാണ്. ഈ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു ശരിക്കും? മൊറാഴ. ഒരേ സ്കൂളിൽ തന്നെയാണ്? അല്ലല്ല, ഞങ്ങൾ കണ്ണപുരം പഞ്ചായത്തിൻ്റെ ഒരു ബോർഡറിലാണ് ഈ ചെമ്മരവയൽ എന്ന പ്രദേശം. അതുകൊണ്ട് പഠനം മുഴുവൻ മോറാഴയുടെ ഭാഗത്തുള്ള സ്കൂളുകളായിരുന്നു. മോറാഴ വെസ്റ്റ് LP സ്കൂൾ, തുടർന്ന് AUP സ്കൂൾ, മോറാഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അന്ന് സെക്രട്ടറിയുടെ അച്ഛൻ നല്ല പൂരക്കളി വിദഗ്ധനായിരുന്നു. എന്താണ് പേര് അദ്ദേഹത്തിൻ്റെ? കാപ്പാടൻ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട്. പൂരക്കളി താങ്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു? ഓ, ഞാൻ കുറേ കാലം അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ആ ചെറിയ പ്രായത്തിൽ. പ്രാക്ടീസ് ഉണ്ട്. എന്താണ് ആ പൂരക്കളി കാലഘട്ടത്തിലെ ഓർമ്മ? ഇന്ന് പൂരക്കളിക്കൊക്കെ അങ്ങനെ ആളുകൾ നമുക്ക് വലിയ രീതിയിൽ ഇല്ലല്ലോ. ഇല്ല. പൂരക്കളി കാലഘട്ടത്തിൽ ഓർമ്മ പറഞ്ഞാൽ നമ്മളൊരു ഇതിൻ്റെ ജോലിയുടെ ഇടയിലാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ടീമായിട്ട് കുറച്ച് ആളുകൾ, ഒരു വ്യായാമ കലയും കൂടിയാണല്ലോ. അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും ഒത്തുവരും. അത് വലിയൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ചില പ്രദേശത്തെല്ലാം പോയിട്ട് പൂരക്കളി അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇത് ഞങ്ങളെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ നമ്മൾ പൂരക്കളിയൊക്കെ കാണൽ കുറവാണ്. അന്നത്തെ ഒരു സ്വഭാവം എന്താണ്? ഈ പൂരക്കളി അവതരിപ്പിക്കുമ്പോൾ ആ പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു സ്പന്ദനം എന്തായിരുന്നു? സ്പന്ദനമുണ്ട്. നാട്ടുകാരുടെ നല്ല എല്ലാവരുടെ ഒരു സാന്നിധ്യം അതിലുണ്ടാവും ആ കാലഘട്ടത്തിൽ. കാവുകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു പ്രദേശത്തും ഇതുപോലെ ഞങ്ങൾ സാക്ഷരത വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി പൂരക്കളി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വേദികളിൽ. അതുപോലെ ഈ ആകാശവാണി പ്രൊഫഷനായിട്ട് എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? പ്രൊഫഷണലായി സ്വീകരിച്ചിട്ടില്ല. അച്ഛൻ പ്രൊഫഷനായിട്ട്. ഏതൊക്കെ നാടുകളിൽ പോയി അച്ഛനൊന്ന് കളിച്ചിട്ടുണ്ട്? അച്ഛൻ തൃശ്ശൂരൊക്കെ തന്നെ പോയി കളിച്ചിട്ടുണ്ട്. പോയിട്ടുണ്ട്. ആകാശവാണിയിൽ കോഴിക്കോട് ഒരു സിലങ്കരനായിട്ട് അച്ഛൻ്റെ ഒരു ടീം പൂരക്കളിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള ക്ഷേത്രകലയാണ് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഉണ്ടാകാറ്. ആ സമയത്ത് അടുത്തുള്ള ഈ മാത്രമാണോ അന്ന് അവതരിപ്പിച്ചിരുന്നത്? അല്ലല്ല, പുറത്തെ തെയ്യമൊക്കെ പുറത്ത് അവതരിപ്പിക്കുന്ന വലിയ വിവാദമാകുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ അവതരിപ്പിക്കുന്നു, അത് ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറശ്ശിനിക്കടവ് കോലധാരികളും അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള വിവാദങ്ങളും വിവാദങ്ങൾ ഉണ്ടാകാറില്ല. ഗുരുവായൂരൊക്കെ തന്നെ പോയിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അച്ഛൻ അതിന്റെ ഭാഗമായിട്ട് പോകുന്നത്, അത് അതിന്റെ ഭാഗമായിട്ട് പൂരക്കളിയുടെ അന്നത്തെ ഒരു രീതി അതാണല്ലോ. ആ നിലയിൽ പോകാറുണ്ട്. അങ്ങനെ താങ്കളുടെ വിദ്യാർത്ഥി കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ രാഷ്ട്രീയ SFIയുടെ പ്രവർത്തനമായിട്ടുണ്ടായിട്ടുണ്ട്. പഠനം മോറാഴയാണ് 10ാം ക്ലാസ് പഠനം. അതിനുശേഷം കോളേജ് പഠനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്വകാര്യ പാരലൽ കോളേജായിരുന്നു. സൊസൈറ്റി എങ്ങനെയായിരുന്നു പാരലൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ഒരു കാലത്ത് കേരളത്തിലെ സാഹിത്യകാരന്മാരെല്ലാം വളർന്നു വന്നത്? MP പോൾ ഉൾപ്പെടെ നമുക്കറിയാം ഒത്തിരി മനുഷ്യർ ആ രംഗത്തൂടെ. അന്ന് ആ കാലഘട്ടത്തിലെ ഒരു പാരലൽ കോളേജ് അനുഭവം എന്ന് പറയാൻ പറ്റും? പാരലൽ കോളേജ് നല്ല അനുഭവം. കാരണം വെച്ചാലേ ഞങ്ങളെ ഒരു അന്തരീക്ഷം നമ്മൾ മറ്റുള്ള കോളേജുകളെല്ലാം വ്യത്യസ്തമാണ്. അത് വലിയൊരു ക്യാമ്പസും കാര്യങ്ങളായിട്ടല്ല ഉണ്ടാവുക. ഇത് ചില സമയത്ത് ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ പീഡിയുടെ മറ്റും പുറത്താണ് ഞങ്ങളിങ്ങനെ അവിടെ നിന്നിട്ടാണ് ആ ഒരു പഠനവും അതിന്റെ ഒരു പ്രവർത്തനം നടക്കാറ്. ആ സമയത്ത് എന്തൊക്കെയാണ് സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? കാരണം ഇടതുപക്ഷത്തിന് വേരോട്ടുള്ള ഒരു മണ്ണായതുകൊണ്ട് എന്തായാലും അവിടെ കവിതയും കലയും എല്ലാം കടന്നു വരുമല്ലോ. കോളേജുകളെ ആ ഘട്ടത്തിൽ ഞാൻ പാരലൽ കോളേജ് ഘട്ടത്തിൽ വരുന്ന സമയത്ത് ആ പാരലൽ കോളേജ് കാലത്തിൽ മേളകൾ നടക്കുന്നൊരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തനം കൂടി വരുമ്പോൾ അത് കുറെ കൂടി നല്ല മികവാർന്ന നിലയിൽ നടത്താൻ സാധിക്കും. സൊസൈറ്റി കോളേജ് അതിവിടെ സൊസൈറ്റി കോളേജ് എത്ര വർഷമുണ്ടോ? അതിൽ പൂട്ടിപ്പോയി. എത്ര വർഷം നടത്തിയെന്ന് ഓർമ്മയുണ്ടോ? നടത്തിയ ആളുകൾ വേണു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്ന് വന്നവരാഞ്ഞു. അവരുടെ താമസമാക്കി. പിന്നെ ആ നിലയിൽ അധ്യാപകരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ കാലഘട്ടം? അധ്യാപകർ നല്ല അധ്യാപകരാണ്. ആ അധ്യാപകർക്ക് തന്നെ പിന്നീട് മറ്റു മേഖലയിലേക്ക് നല്ല ജോലിയെല്ലാം നേടി. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്നാണ്. അതൊരു നല്ല അനുഭവമാണല്ലോ അല്ലെ? കലാരംഗത്തുണ്ടായിരുന്നു? കലാരംഗത്ത് അങ്ങനെ വലിയ നിലയിലുണ്ടായില്ല. ഓക്കെ. പ്രസിഡന്റ് എങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് സമര ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? എന്താ പ്രശ്നം? നമ്മളിപ്പോ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥ സമരം എന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അടിയന്തരാവസ്ഥ 1975 ജൂൺ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനുശേഷം പൊതുപ്രവർത്തനം, പരസ്യപ്രവർത്തനം പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രകടനം നടത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഈ ചെറുകുന്ന് മിഷൻ ആസ്പത്രി ഉണ്ട് ഈ റോഡിൽ,
അവിടെ നിന്ന് ഒരു നിശ്ചിത ദൂരത്തേക്ക് ഇത്ര സമയം ഇന്ന സ്ഥലത്തെത്തണം, അവിടെ നിന്ന് ഇന്ന സ്ഥലം വരെ പ്രതിഷേധ പ്രകടനം നടത്തണം എന്ന പാർട്ടി നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് 76 എന്ന് പറയുമ്പോൾ നമുക്കന്ന് 18 വയസ്സേ ഉണ്ടാവുള്ളൂ. 18 വയസ്സ്. 18-ാം വയസ്സിൽ സമരത്തിൽ പങ്കെടുക്കുക. വീട്ടിൽ നിന്നൊന്നും പറയില്ല? വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ എതിർപ്പുകളൊന്നും പറയാറില്ല. പ്രതിഷേധ പ്രകടനം നടത്തി. അറസ്റ്റ് വരിച്ചിട്ട് ആ സമയത്ത് അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് പിരിഞ്ഞുപോയി. ആ സമയത്ത് ഞാൻ കണ്ണൂർ കോപ്പറേറ്റീവ് പ്രസ്സിൽ പിന്നെ ജോലിക്ക് പ്രിൻ്റിംഗ് ടെക്നോളജി കഴിഞ്ഞിട്ട് അതിൻ്റെ ജോലിയിൽ പ്രവേശിച്ചൊരു സമയം കൂടിയാണ്. സമരവുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും അകത്ത് പോകേണ്ടി വന്നിട്ടുണ്ടോ? ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി? സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഈ കണ്ണപുരത്തൊരു സംഘർഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പാർട്ടിയുടെ ഒരു സഖാവ് റിജിത്തിനെ കൊല ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ റിജിത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ളൊരു പ്രതിയുടെ വീട് ആക്രമിച്ചു എന്ന ഒരു കള്ളക്കേസിൽ 1 മാസം ജയിലിൽ കഴിഞ്ഞു. അപ്പോൾ ഒരു 10-15 വർഷത്തോളം ആ കേസ് നടന്നു. കോടതി പൂർണ്ണമായിട്ടും കുറ്റക്കാരില്ലെന്ന് കണ്ട് ഞങ്ങളെ വിട്ടയക്കാണ് ചെയ്തത്. ഒരു മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്നു. അതൊരു നല്ല അനുഭവമാണ്. നമുക്ക് സെക്രട്ടറി ഇത്തരത്തിൽ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സമരങ്ങൾ വെച്ചാൽ DYFI അതുപോലെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള സമരങ്ങൾ. ജയിൽവാസം ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് ആ കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ എത്രാം വയസ്സിലാണ് സെൻട്രൽ ജയിലിൽ പോകുന്നത്? സെൻട്രൽ ജയിലിൽ പോകുന്നത് ഇപ്പോൾ നമ്മൾ 2005-ലാണ്. 2005, 20 വർഷം മുമ്പ്. എന്തായിരുന്നു ആ കാലഘട്ടം? അന്ന് ജയിലൊക്കെ ഹൈടെക് ആണ്. 2005 അത്ര ഹൈടെക് ആയിരിക്കില്ല. ആയിരുന്നില്ല. ആരൊക്കെയാ കൂടെ ഉണ്ടായിരുന്ന? ഞങ്ങളുടെ കൂടെ ഒരു 10 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ സെല്ലിലായിരുന്നു നിങ്ങൾ? പിന്നെ സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ ഒരു സെല്ലിലായിരുന്നു, ഒരു ബ്ലോക്കിലായിരുന്നു ഞങ്ങൾ 10 പേര്. അവിടെ ഒരുപാട് പേര് പിന്നെ ഉണ്ടായിരുന്നു. മറ്റ് കേസുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് കളവ് കേസുകളിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ അവിടെ. അവരൊക്കെ നല്ല രീതിയിൽ അവരൊക്കെ ജീവിതം നിങ്ങൾ പങ്കുവെക്കും. നമ്മൾ ഏതാണ്ട് 1000-ലധികം പിന്നെ കുറ്റവാളികളിൽ നിന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളാണ് അന്ന് സെൻട്രൽ ജയിലിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ തടവുകാരെന്ന രീതിയിലുള്ള ഒരു പരിഗണന സ്വാഭാവികമായിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് മാത്രമാണ് അകത്ത് കയറേണ്ടത്. അതിൻ്റെ മറ്റ് സമയം ഞങ്ങൾ പിന്നെ വായിക്കും. കുറേ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി പറ്റുന്നൊരു സന്ദർഭമാണ്. പിന്നീട് ഞങ്ങൾ കൂട്ടമായി ഇരുന്ന് കവിതകൾ ചൊല്ലുന്ന ആളുകളുണ്ട്. കവിതകൾ ചൊല്ലും. ജോലിക്കൊന്നും പോകണ്ട. അത് നമ്മൾ ശിക്ഷിക്കപ്പെട്ട് പോയവരല്ലല്ലോ. ഞങ്ങൾ റിമാൻഡ് ഇല്ല. പിന്നെ നടക്കാം. ഈ ജയിലിന്റെ ചുറ്റുവട്ടത്തിൽ നമുക്ക് നടന്നു പോകാൻ വേണ്ടി കഴിയും. അതൊക്കെ സൗകര്യം, ഒരു വിനോദസഞ്ചാരിയെ പോലെയാണ് സൗകര്യമുണ്ട്. പക്ഷെ എങ്കിലും മാനസികമായിട്ടുള്ള സംഘർഷം ആദ്യമായിട്ട് പോകുന്നതാണ്. പിന്നെ അച്ഛൻ ഒക്കെ അന്നേരം മരണപ്പെട്ടിരുന്നു. അച്ഛനും അമ്മയും പിന്നെ അച്ഛൻ മരണപ്പെട്ടിരുന്നു, അമ്മയും മരണപ്പെട്ടിരുന്നു. ഭാര്യയും ചെറിയ 2 കുട്ടികളാണ് ഉണ്ടായത് അന്നേരം. അവർക്കെല്ലാം ഈ ജയിലിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ. അങ്ങനെ പേടിക്കേണ്ട ഒരു സ്ഥലമല്ല ജയിൽ അല്ലേ? ഏതാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതാ വായിച്ചു തീർത്തത് അക്കാലത്ത്? അങ്ങനെ ഇപ്പോൾ ഓർത്തെടുക്കില്ല. നല്ല വായനക്കുള്ള അവസരം കിട്ടി. പിന്നെ നമുക്ക് പൊതുവായിട്ട് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പറ്റി. അന്ന് മറ്റ് പല ഇപ്പോൾ തലശ്ശേരിയിൽ നിന്നൊക്കെ നമ്മൾ CK രമേശൻ അവരൊക്കെ അന്നൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടും പരസ്പര ആശയവിനിമയം നടത്തുന്നതിന് ഞങ്ങളോടൊപ്പം വന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ആ ഭാഗങ്ങളിൽ നിന്നുള്ളവർ സ്റ്റേറ്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അവരൊന്നും കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ നല്ല രീതിയിൽ. പക്ഷെ നമ്മുടെ അടുക്ക വരുന്നത് പിന്നെ ശിക്ഷിക്കപ്പെട്ട് വരുന്നവരല്ല, റിമാൻഡ് പ്രതികളാണ്. സംശയത്തിന്റെ ഒക്കെ വെച്ചുകൊണ്ട് പിടിച്ചു വരുന്നവരാണ്. അങ്ങനെ മനസ്സിൽ തട്ടുന്ന വല്ല ആളുകളും വന്ന് പെട്ടായിരുന്നു ഈ 1 മാസത്തിനിടക്ക്? അങ്ങനെ നമ്മളെ ഒരു പിന്നെ വൈദ്യര് നമ്മളെ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ആ വൈദ്യരായിട്ടൊക്കെ അവർ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നവരാണ്. വൈദ്യർ എന്തിനാ ശിക്ഷിക്കപ്പെട്ട? എന്തോ ഭാര്യയെ കൊന്ന ഒരു കേസിലോ മറ്റോ ശിക്ഷിക്കപ്പെട്ടു. അയാൾ എന്ത് പറയുന്നു? എന്താണ് അയാളായിട്ടുള്ള? അവർക്കൊന്നും അങ്ങനെ ഒരു പിന്നെ പ്രത്യേക ഒരു കുറ്റബോധമൊന്നും അവരെ അനുഭവത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവർ ഏതൊരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആ നിലയിലാണ് പിന്നെ കേസിനകത്ത് ഉൾപ്പെടുന്നത്. അങ്ങനെയാണ് അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ നമുക്ക് അവരുടെ പക്ഷത്ത് നിന്ന് അവർ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടി വരുന്നു.
അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം അവരതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നു. പിന്നീട് അവരെ നമ്മൾ ഈ ജയിലിനകത്ത് വെച്ച് അവരുടെ നല്ല പിന്നെ കൗൺസിലിങ്ങും അതുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ബോധവൽക്കരണം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ നല്ല മനുഷ്യരായി ജീവിതത്തിനകത്ത്. ജയിലിലെ ഫുഡ് എന്തായിരുന്നു? ഫുഡ് ഉണ്ടി ഉണ്ടായിരുന്നു. ഭക്ഷണം ആദ്യ ദിവസങ്ങളിലെല്ലാം കുറെ പ്രയാസമാണ്. നമുക്ക് പരിചയമില്ലാത്ത ഭക്ഷണമാണ്. ഗോതമ്പിന്റെ ഉണ്ട്. അതിന്റെ കൂടെ പിന്നെ ചെറുപയറുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു മട്ടൺ ഉണ്ടായിരുന്നു. ആഴ്ച മട്ടൺ ഉണ്ടായിരുന്നു. ചിക്കൻ ഉണ്ട്. ഫിഷ് ഇല്ല, കിട്ടിയ ഓർമ്മയില്ല. ഇറച്ചി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അതെല്ലാം കിട്ടി. ഭക്ഷണമൊക്കെ സുഭിക്ഷമായിരുന്നു. ഭക്ഷണത്തിനൊന്നും വലിയ പ്രശ്നം. നമ്മളൊന്നും ഒരു ആർഭാട ജീവിതം നയിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ജയിലേക്കാണ് പോകുന്നുള്ള ഒരു മുൻ കാഴ്ചപ്പാട് നമുക്കുണ്ട്. ജയിൽ ജീവനക്കാരുടെ പെരുമാറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ സംബന്ധിച്ചോളം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പരിഗണന ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ട്. കാരണം അന്നേരം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അവസാനിപ്പിച്ച ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണെന്നുള്ള ഒരു പിന്നെ ബന്ധപ്പെടലെല്ലാം പരസ്പരം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ സഖാക്കള് പിന്നെ കാണാൻ വേണ്ടി വരും, കുടുംബക്കാർ കാണാൻ വേണ്ടി വരും. അതിലൊരു അനുഭവമായിരുന്നു. നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റാവുന്ന ഒരു വേണമെങ്കിലും ഒരു സർവകലാശാല എന്ന് ഈ ജയിലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ അതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത്? ജയിൽ ജീവിതം നിങ്ങൾക്ക് തന്ന ഒന്ന് നമുക്ക് ഏത് വെല്ലുവിളിയും നേരിടാനുള്ള ഒരു സ്ഥൈര്യം നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് അവിടെ നിന്ന് നേടിയിട്ടുണ്ട്. വ്യത്യസ്ത മേഖലയിൽപ്പെട്ട മനുഷ്യർ അല്ലേ? യെസ്. നമുക്ക് നമ്മുടെ സെക്രട്ടറി, ഏത് ഇയറിലാണ് സെക്രട്ടറി ഇവിടെ വരുന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ സെക്രട്ടറി വേറെ ജോലിക്ക് ശ്രമിച്ചോ? എന്താണ് ആദ്യം ചെയ്ത ജോലി? ആദ്യം കുറച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ തുടർച്ച ആ സമയത്ത് DYFIയുടെ പ്രവർത്തകനാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് 98-ൽ ഞാനിവിടെ ജൂനിയർ ക്ലർക്കായിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. എങ്ങനെയാണ് ജോലി കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്? അന്ന് സാധാരണഗതിയിൽ ഇന്നത്തെ പോലെ ക്ലർക്കിന്റെ എക്സാം നമ്മുടെ ബോർഡില്ല, പരീക്ഷാ ബോർഡ് നിലവിലില്ല. അന്ന് സാധാരണഗതിയിൽ അതായത് ബാങ്കുകൾ തന്നെയാണ് പരീക്ഷ നടത്തേണ്ടത്. അവർ ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി നിയമനമാണ് അന്നത്തെ കാലത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിലാണ്. താങ്കൾ ക്ലർക്കായി ജോയിൻ ചെയ്യുമ്പോൾ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? അന്ന് VV കുഞ്ഞിക്കണ്ണൻ. അന്ന് ഈ കെട്ടിടം എവിടെയായിരുന്നു? അന്നത്തെ ഒരു ബാങ്ക് എന്തായിരുന്നു? അന്നത്തെ ബാങ്ക് പറഞ്ഞാൽ ഇപ്പോൾ കടവരം മൊയൻ റോഡിൽ, കടവരം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു റോഡിൽ അവിടെ ചെറിയൊരു കെട്ടിടമാണ്. അവിടെയാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബ്രാഞ്ച് കീഴറിയും, ഒരു ബ്രാഞ്ച് ചൈനക്കളിയും, ഇങ്ങനെ 3 ബ്രാഞ്ച് അന്ന് ഉണ്ടായിട്ട്. എത്ര ജീവനക്കാരുണ്ടായിരുന്നു അന്ന്? അന്ന് ജീവനക്കാർ ഏതാണ്ട് ഈ ഒരു 10-20-ൽ കൂടുതൽ 25. അന്ന് മൊത്തം എഴുത്താണ്. ആ ഒരു അനുഭവം എങ്ങനെയാണ്? എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്ററിൽ നമ്മൾ നടത്തുന്ന പണമിടപാടുകൾ മുഴുവൻ ഇങ്ങനെ കുറിച്ച് ഇന്നത്തെ തലമുറക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പേന കൊണ്ട് വലിയ ലെഡ്ജറുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു താങ്കൾ അത് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അനുഭവം. എന്ന് എഴുതി പറഞ്ഞാൽ നമ്മളിപ്പം ഇന്നത്തെ രീതിയെ മാറ്റാം. അതൊന്ന് പറയാം, നല്ല അറിയട്ടെ ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മളൊരു ഇടപാട് ഒരു ദിവസം കഴിഞ്ഞാൽ ക്യാഷ്യർ ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാവും, നമ്മുടെ മാനേജർ അടിക്ക് ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാവും. ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ടാണ് അവസാനം ഒത്തുനോക്കിയിട്ടാണ് അവസാനം ക്യാഷ് ക്ലോസ് ചെയ്ത് നമ്മുടെ ലോക്കറിനുള്ളിൽ വെക്കുക, പോയിന്റ് കൂടി എഴുതിയിട്ട്. അതിനുശേഷം അടുത്ത ദിവസം നമ്മളത് ഈ കിട്ടിയ വൗച്ചറുകൾ റെസീറ്റുകളെല്ലാം എടുത്ത് പെറുക്കി ഡേ ബുക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു ബുക്ക് ഉണ്ടാവും, മണ്ണുള്ളൊരു ബുക്കാണ്. അതിലേക്ക് ഇത് പകർത്തി ഈ ഡേ ബുക്ക് ഓരോ ക്രമക്രമാനുസരിച്ച് എഴുതും. ഓരോ തരത്തിലുള്ള തരംതിരിച്ച് വെക്കും വൗച്ചറുകൾ. സേവിങ്സ് അക്കൗണ്ട്, സ്ഥിര നിക്ഷേപം, ഇങ്ങനെ തരംതിരിച്ച്, അതുപോലെ വായ്പയെല്ലാം തരംതിരിച്ച് ഡേ ബുക്കിൽ എഴുതി ചേർത്ത് അതിനുശേഷം അടുത്തൊരു സ്റ്റെപ്പാണ് ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞ് വെക്കുക. ഇതിപ്പോ കമ്പ്യൂട്ടറിൽ അതൊക്കെ ഉണ്ട് അങ്ങനെ. പക്ഷെ ഇത് പേന കൊണ്ട് എഴുതണം. പേന കൊണ്ട് എഴുതുമ്പോൾ ഇത് വലിയ ഇടപാടുകൾ നടക്കുമ്പോൾ ചിലപ്പോൾ ടാലിയാകാത്ത വിഷയങ്ങളെല്ലാം കടന്നത് ഈ ക്യാഷ് പൈസയുടെ ഇടപാടും കൂടിയുള്ള ഘട്ടമാണ്. അപ്പോൾ ടാലിയാകാത്ത ഒരു വിഷയം വന്നാൽ കുറച്ച് പരിതലുകൾ ഒരു ദിവസം 2 ദിവസവും പരിധിയിട്ട് പോകേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാർച്ച് മാസം കണക്ക് പൂർത്തിയാക്കുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെയാണ് മൊത്തത്തിലുള്ളൊരു തലവേദന എല്ലാവർക്കും ഉള്ളത്. പരിധി എത്താൻ തന്നെ കുറേ കാലം എടുക്കും. ഇതിൻ്റെ പലിശ കണക്കാക്കണം. സേവിങ്സ് അക്കൗണ്ടിന് 6 മാസം കൂടുമ്പോൾ പലിശ കണക്ക് എഴുതി കൂട്ടി നമ്മളിതുപോലെ ഇന്നത്തെ പോലെ സുലഭമായിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിക്കില്ല. നമ്മളെ ടേബിളെല്ലാം വെച്ച് എന്നിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. കമ്പ്യൂട്ടറിൽ ഇപ്പം ഞെക്കി കൊടുക്കുകയുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ മാർച്ച് മാസം കഴിഞ്ഞ് എല്ലാ അക്കൗണ്ടിലും പലിശ കണക്കാക്കണം. ലോണിന് വരാനുള്ള പലിശ, കൊടുക്കാനുള്ള പലിശ എല്ലാം കണക്കാക്കിയിട്ട് വേണം ഓഡിറ്റർമാർക്ക് കൊടുക്കാൻ. പക്ഷേ അന്നെന്താണെന്ന് വെച്ചാൽ ഓഡിറ്റർമാർ ഒരു വർഷത്തെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പൂർത്തിയാകുന്നത്.
ഇതുപോലെയല്ല. ഇന്നിപ്പോൾ സമയബന്ധിതമായി ആക്ച്വലായിട്ട് കാര്യങ്ങൾ നടക്കും. ഇല്ല അന്നേരം ആ നിലക്കില്ല. ഇന്നിപ്പോൾ സമയബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കണം. ഈ നിക്ഷേപകർക്ക് അന്ന് കൊടുക്കുന്ന ബുക്കൊക്കെ ഇല്ലേ, പാസ്ബുക്കെല്ലാം കൃത്യമായി എഴുതി കൊടുക്കണം. അതിൽ ഇത്ര എമൗണ്ട് സേവിങ്സ് അക്കൗണ്ടിന്റെ പാസ്ബുക്കിൽ അതുപോലെ ഇതാണ് പലിശ ഇത്ര ഓരോ കണക്ക് കാലത്ത് ആളുകൾ സഹായം തേടി വരുന്നത് ഇന്നത്തെ കാലമല്ല. അന്ന് സഹായം തേടി വരുന്നത് താങ്കളുള്ള ആ ബാങ്കിലേക്ക് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് സഹായം തേടി വന്നിരുന്നത്? പ്രധാനമായും വായ്പയാണ്. ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് വായ്പ വഴി ഒന്ന് കാർഷിക ആവശ്യത്തിന് വരുന്ന വായ്പകളുണ്ട്. കാർഷിക ആവശ്യത്തിന്റെ വിപുലമായ ഒരു കാർഷിക മേഖലയല്ല നമ്മുടേത്. എങ്കിൽ പോലും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ചെറിയ സംഖ്യയാണ് വായ്പ എന്ന് പറഞ്ഞാൽ. ചെറിയ സംഖ്യ ഒരു 10,000 എല്ലാം അന്നത്തെ കണക്കിൽ വലിയ വായ്പയായിട്ടാണ് കൊടുക്കുക. 25,000 മാക്സിമം നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ നിലയിൽ വായ്പ ആൾജാമ്യത്തിൽ കൊടുക്കുന്ന വായ്പയും കാർഷിക വായ്പയെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ആൾജാമ്യത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആൾജാമ്യം 2 അംഗങ്ങൾ 2 A ക്ലാസ് അംഗങ്ങൾ ആയിരിക്കണം ജാമ്യം. ബോർഡ് പാസ്സാക്കിയതിനു ശേഷം മാസത്തിൽ എത്ര തവണയൊക്കെ ബോർഡ് കൂടുമായിരുന്നു ആ കാലത്ത്? ആദ്യഘട്ടത്തിൽ 1 തവണയല്ലേ ചേരാറുള്ളൂ. പിന്നീട് കുറച്ചും കൂടി ഘട്ടം മാറി വന്നപ്പോൾ 2 തവണ. അതിപ്പോൾ ഇപ്പോൾ 2 തവണയാണ് ഓടി വരുന്നുണ്ട്. അത് നമ്മുടെ വായ്പാ ഫയലുകളെ ആവശ്യം നോക്കിക്കൊണ്ടാണ് ആ ചേരുന്നത് ബോർഡ്. അന്ന് ഏറ്റവും കൂടുതൽ തുക എത്രയായിരുന്നു വായ്പ കൊടുത്തിരുന്നത്? എൻ്റെ ഓർമ്മയിൽ 25,000 രൂപയാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് എത്ര കൊടുക്കുന്നു? ഇന്ന് ഞങ്ങളെ ബാങ്കിനകത്ത് വാഹന വായ്പയ്ക്ക് 50 ലക്ഷം രൂപ. ബിസിനസിനോ? ബിസിനസ്സിന് 10 ലക്ഷം രൂപ വരെ. 50 ലക്ഷം കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ വളർന്നു. ശ്രീ ടി.കെ. ദിവാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് താങ്കൾ ഏതെങ്കിലും രംഗത്തേക്ക് മത്സരിച്ചിരുന്നു? ഇല്ല. എന്തായിരിക്കുമ്പോഴായി പഞ്ചായത്ത് ഇലക്ഷൻ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് താങ്കൾ എന്തായിരിക്കും? യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കോപ്പറേറ്റീവ് പ്രസ്സിൽ ജീവനക്കാരനായിരിക്കുമ്പോൾ ഞാൻ മത്സരിച്ചത് എൻ്റെ ജീവിക്കുന്ന പ്രദേശത്തായിരുന്നില്ല. ഈ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനൊക്കെ ഉൾപ്പെടുന്ന അന്നത്തെ 5ാം വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. അന്നൊരു 400ഓളം. എതിരാളി പിന്നെ നമ്മൾ മരിച്ചുപോയ കുമാരട്ട് മരിച്ചു. മെമ്പറായി കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ആവുന്ന ആദ്യം കരുതിയിരുന്നോ? പാർട്ടി അങ്ങനെ വല്ല നിർദ്ദേശം നൽകിയിരുന്നു? ധാരണയുണ്ടായിരുന്നു. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പെട്ടെന്ന് പ്രസിഡന്റ് പദവിയിലേക്ക് വരുമ്പോൾ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഒരു അവിചാരിതമായിട്ടാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഈ പഞ്ചായത്ത് പ്രസിഡന്റായി വരിക എന്നുള്ളത് വിചാരിക്കാത്തൊരു കാലമാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു പാർട്ടി തീരുമാനപ്രകാരം ഫുൾ ടൈമറായിട്ട് അന്നത്തെ കാലത്ത് ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരിക്കണം. അപ്പോൾ ജോലി ഉപേക്ഷിക്കണം, രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ വേണം. ഞാൻ ലീവ് എടുക്കുകയാണ്. 5 വർഷം ഞാൻ ലീവ് എടുക്കുകയാണ്. 5 വർഷം ലീവ് എടുത്തിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷം പോയത്. ഈ 5 വർഷത്തെ പ്രവർത്തനം എന്താണ്? താങ്കളുടെ കാലഘട്ടത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല ഏറ്റവും നല്ല അനുഭവം ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റായി വന്ന സമയത്ത് ഉണ്ടായത്. അതിന് തൊട്ട് 5 വർഷമാണ് നമ്മൾ കേരളത്തിനകത്ത് ആദ്യമായിട്ട് ജനകീയാസൂത്രണ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നത്. 1996-ലാണ്. അപ്പോൾ ആ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ച് ഒരു അതിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ്, അടുത്ത പഞ്ചായത്തുകളിലാണ് അത് വരുന്നത്. ആ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത് മത്സരിച്ച് ജയിച്ചപ്പോൾ, പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നപ്പോൾ പിന്നെ നമുക്ക് ഒരു മുൻപരിചയം ഇതിനകത്ത് എവിടെയും ഇല്ല. പക്ഷേ ഒരു മികച്ച പ്രവർത്തനം നടത്തണമെന്ന് ഉള്ള ഒരു വാശി നമുക്കുണ്ടായിരുന്നു. പ്രസ്ഥാനത്തിൻ്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ആളുകൾ നല്ല നിലയിൽ അന്ന് വേലിക്കത്തുണ്ടായിരുന്നു, എൻ ശ്രീധരൻ ഉണ്ടായിരുന്നു, KV ബാലമാഷ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ അന്ന് ഇവിടുത്തെ ഏരിയ തലത്തിലുള്ള നേതാക്കൾ. ജില്ലാ സെക്രട്ടറി ആയത് MV ഗോവിന്ദൻ മാഷാണ്. അപ്പോൾ ഇവരുടെയൊക്കെ നല്ല പിന്തുണ അന്ന് കിട്ടി. താങ്കൾ പ്രസിഡന്റായിരുന്ന 5 വർഷം കൊണ്ട് ഈ പഞ്ചായത്തിൽ പറയാൻ പറ്റിയ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? പഞ്ചായത്തിനകത്ത് നമ്മളെ പശ്ചാത്തല മേഖലയിൽ വലിയ മാറ്റങ്ങൾ, പിന്നെ ഓരോ വാർഡിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് പശ്ചാത്തല മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നമുക്ക് നല്ല നിലയിൽ ഇടപെടുന്നതിന് വേണ്ടി അത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉണ്ടായത് ഈ സ്ട്രീറ്റ് ലൈറ്റാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വേണമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി പ്രത്യേക ലൈൻ വലിക്കണം, എന്നാലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ലൈൻ ഇല്ലാതെ തന്നെ വൈകുന്നേരങ്ങളിൽ, രാത്രി കാലങ്ങളിൽ ബൾബ് കത്തുകയും രാവിലെ ആകുമ്പോൾ ഓഫാക്കുകയും ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ എല്ലാ തെരുവുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി കഴിയും ആ കാലത്ത്. അത് ജനങ്ങളിൽ വലിയ സന്തോഷവും മതിപ്പും ഉണ്ടാക്കിയുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ 4ാം വർഷമാകുമ്പോഴേക്കും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും മികച്ച 2ാമത്തെ പഞ്ചായത്തായിട്ട്
നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചു. അത് 5 ലക്ഷം ഉറുപ്പികയാണ് പിന്നെ അവാർഡ് തുക. ചെർക്കളം അബ്ദുള്ളയായിരുന്നു അന്നത്തെ മന്ത്രി. പിന്നെ ആ പണം കൊണ്ടാണ് ഇന്ന് കാണുന്ന പഞ്ചായത്തിൻ്റെ മേലത്തെ നിലയിലുള്ള ഹാള്, മീറ്റിംഗ് ഹാൾ, ഇ.കെ. നായനാർ സ്മാരക ഹാള്, അന്ന് ആ 5 ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് മീറ്റിംഗ് ഹാൾ ഞങ്ങൾ പണിതു. അതുവരെ നിങ്ങൾ മീറ്റിംഗ് എല്ലാം നടത്തണമെങ്കിൽ പഞ്ചായത്തിൻ്റെ പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ടാണ് നടത്തേണ്ടത്. പഞ്ചായത്തിന് ഏതെങ്കിലും യോഗങ്ങൾ വിളിച്ച് ചേർക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹാള് വന്നപ്പോൾ ഏതാണ്ട് 150 ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റാവുന്ന ആകർഷകമായിട്ടുള്ള ഹാളാണ്. അങ്ങനെ ആ അവാർഡ് തുക കൊണ്ട് പഞ്ചായത്തിൻ്റെ മുകളിൽ ഒരു മീറ്റിംഗ് ഹാൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ നിലയിലൊക്കെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം കുറേ കൂടി വികസിതമാക്കുന്ന രീതിയിൽ സാധിച്ചു. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് കുടുംബശ്രീ സംവിധാനമാണ്. ഞങ്ങൾ വരുന്ന സമയത്താണ് കുടുംബശ്രീ സംവിധാനം കേരളത്തിൽ ആരംഭിക്കുന്നത്. 98 ആരംഭിച്ചിട്ടെങ്കിലും 2000 ആകുമ്പോഴേക്കാണ് എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇതിൻ്റെ പ്രവർത്തനം വരേണ്ടത്. അപ്പോൾ 193 കുടുംബശ്രീ യൂണിറ്റുകൾ ആ കാലയളവിൽ ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 193 കുടുംബശ്രീയുടെ രൂപീകരണ ഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആ യോഗങ്ങളിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ധൈര്യസമേതം പറയാൻ വേണ്ടി കഴിയും. മുഴുവൻ കുടുംബശ്രീ യോഗങ്ങളിലും അന്ന് പിന്നെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കാരണം ഇതൊരു പുതിയ അനുഭവമാണ്. സ്ത്രീകൾ പിന്നെ അടുക്കളയിൽ മാത്രം കഴിഞ്ഞ സ്ത്രീകൾ ഇങ്ങനെ ഒരു സംവിധാനത്തിന് ഭാഗമായിട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. വലിയ സംഭവമാണ്. അതെ, അവസാനം ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന അവസാനത്തെ വർഷം ഞങ്ങൾ കുടുംബശ്രീയുടെ ഒരു വലിയ മേള സംഘടിപ്പിച്ചു. ഏതാണ്ട് 2000-ൽ മേലെ സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള ഘോഷയാത്ര അതിൻ്റെ ഭാഗമായിട്ട് നടത്തി. അതിൻ്റെ എല്ലാ പരിപാടികളിലും പോസ്റ്റർ ഒട്ടിക്കുന്നത്, കർട്ടൻ വലിക്കുന്നത് ഉൾപ്പെടെ മുഴുവൻ സ്ത്രീകളെ കൊണ്ട് ചെയ്യിച്ചു. അതിൽ പുരുഷനായിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത ഒന്ന് ഞാനും ഒന്ന് ഡോക്ടർ തോമസ് ഐസക്കും. ഡോക്ടർ തോമസ് ഐസക് അത് ചെറുകുന്ന് ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയൊരു മുന്നേറ്റമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുടുംബശ്രീ സംവിധാനം വളരെ മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല മികച്ച ഭരണാധികാരിയായിട്ടാണ് സെക്രട്ടറി വരുന്ന കാലത്ത് ഈ പറഞ്ഞല്ലോ, ഈ ചെറിയ ബിൽഡിംഗ് ഹാളൊന്നും ഇല്ല. അന്ന് എത്ര ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്? അന്ന് 3 ബ്രാഞ്ചാണ്. താങ്കളുടെ അടുത്ത ഘട്ടം ബാങ്ക് എങ്ങോട്ടാണ് നീങ്ങുന്നത്? ബാങ്കിന്റെ വളർച്ച പിന്നീട് അടുത്തൊരു ബ്രാഞ്ച് ചെറുകുന്ന് തറയാണ് ഇന്നിപ്പോൾ നമ്മളെ കണ്ണപുരത്തിന്റെ ഒരു കേന്ദ്രം പട്ടണമായി മാറിയത്. അവിടത്തേക്ക് ഒരു ബ്രാഞ്ച് വന്നു. ആ ബ്രാഞ്ച് രാവിലെ 8 മണി മുതൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ. ഇതാരാണ് ഈ 8 മണിക്കെല്ലാം പ്രൈവറ്റ് വരുന്നത്? അക്കാലത്ത് രാവിലെ 8 മണി മുതൽ വലിയ നിലക്ക് ആൾ വരും. കാരണം ഇന്നത്തെ നിലയിലേക്ക് നമ്മുടെ ഓൺലൈൻ ഇടപാട് അത്ര വ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണ പണയത്തിനോ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും. ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു വരുമ്പോഴത്തേക്ക് 2 ഷിഫ്റ്റാണ്. ജീവനക്കാർ 2 ഷിഫ്റ്റാണ്. ഇത് 8 മണിക്ക് തന്നെ ഇടപാട് ആരംഭിക്കും. അപ്പോൾ ജോലിക്ക് പോകുന്ന മറ്റേ നിർമ്മാണ മേഖലയിലോ കാർഷിക മേഖലയിലോ ജോലിക്ക് പോകുന്നവർക്ക് ഇടപാടും കഴിഞ്ഞ് അവർക്ക് പോവാം. അപ്പോൾ വളരെ എളുപ്പം സൗകര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത്രത്തോളം ഇന്നിപ്പോൾ ഓൺലൈൻ സംവിധാനത്തും വ്യാപിച്ചതോടുകൂടി അത്ര ആവശ്യകതയില്ല. പക്ഷേ എന്നാലും ഈ വൈകിട്ട് വരെയുള്ള ഇടപാട് കുറെ കൂടി ഗുണം ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഒരു കണക്കുകൾ കാണിക്കുന്നത്. അങ്ങനെ താങ്കൾ അവിടെ വന്നതിന് ശേഷം 3ാമത്തെ ബ്രാഞ്ചാണ് പിന്നെ വന്നത്. അതെ, അത് കഴിഞ്ഞ് 4ാമത്തത് അഞ്ചാമത്തെ ബ്രാഞ്ച് ഇവിടെ എടക്കേപ്പുറത്താണ്. എടക്കേപ്പുറത്ത് തെക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ബ്രാഞ്ചും കൂടിയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ആകെ 5 ബ്രാഞ്ച്. എല്ലാ കാലത്തും ഇത് ലാഭകരമായി തന്നെയാണ് പ്രസ്ഥാനം ഓടിക്കൊണ്ടിരുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങൾ ഇടയ്ക്കൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. ഞങ്ങൾ കോവിഡ് കാലമൊക്കെ ഏതാണ്ട് പിടിച്ചു നിന്നിട്ട്, പക്ഷേ ആ കോവിഡ് കാലത്തിന്റെ ഒരു തുടർച്ച എന്നത് ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ചെറിയ നിലയിൽ ഇപ്പോൾ പ്രോഫിറ്റിലല്ല എങ്കിലും ബാങ്കിന്റെ അതാത് കാലത്ത് ആ ഒരു കാലത്തെ ലോസ് ഒഴിവാക്കിയാൽ മറ്റുള്ള എല്ലാ വർഷങ്ങളും പ്രോഫിറ്റാണ് പോകുന്നത്. ഇടയ്ക്ക് വന്നൊരു ഈ കോവിഡിന്റെ തുടർച്ച എന്ന് പറയാം. അതല്ലെങ്കിൽ ബിസിനസ്സിലെല്ലാം ഉണ്ടായൊരു ചില പ്രയാസങ്ങളെല്ലാം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അത് ബാധിച്ചില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിനെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ബാങ്ക് പൊതുവിൽ നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നല്ല നിലക്ക് നിക്ഷേപവും വരുന്നു, നല്ല നിലക്ക് വായ്പ വിതരണം ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മൂലധനം ശരിക്ക് ഈ പറഞ്ഞ പോലെ 270 കോടിയാണല്ലോ നമുക്കുള്ളത്. നമ്മൾ വായ്പ എത്ര വരെ കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ വായ്പ 156 കോടി വായ്പ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏതൊക്കെ മേഖലകളിലാണ്? ബാക്കി ഞങ്ങള് ഊരാളുങ്കൽ പോലെയുള്ള ഊരാളുങ്കൽ ഇന്നിപ്പോ നമ്മളെ കേരളത്തിലും ഏഷ്യയിൽ തന്നെ പ്രധാന സ്ഥാപനം. അവരുടെ വിവിധ പ്രൊജക്റ്റുകളുണ്ട്.
വെച്ചാൽ വലിയ സർക്കാരിൻ്റെതായിട്ടും മറ്റുള്ള വരുന്ന വലിയ പ്രോജക്റ്റുകൾ അവരുടെ ദേശീയപാത 66ന്റെ ഭാഗമായിട്ടുള്ള തലപ്പാടി റീച്ച് അതിന്റെ ഭാഗമായിട്ട് അവർ കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാദ്യം അതിലേക്ക് നമ്മൾ വായ്പ കൊടുത്ത ഒരു സ്ഥാപനം കണ്ണൂർ സർവീസാണ്. വലിയ നിലയിൽ അതുകൊണ്ട് ഒരാളെങ്കിലും നല്ല നിലക്കുള്ള പിന്തുണയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഗുണം ബാങ്കിനും ലഭിക്കും. ബാങ്കിന്റെ പലിശ വരുമാനത്തിലും കാര്യമൊക്കെ തന്നെ വർധനവുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലത്തെ ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് ഒരാൾക്ക് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന വലിയ പ്രസ്ഥാനമായി വന്നു. ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനികളെക്കാൾ കൂടുതൽ വർക്കുകൾ അവർക്ക് കിട്ടുന്ന അവസ്ഥയാണ് ഒരാളെങ്കിലും പിന്നിലും വലിയ നിലക്കുള്ള പിന്തുണ മറ്റ് സ്ഥാപനങ്ങളെ വെച്ച് നോക്കിയാൽ നല്ല പിന്തുണ. നമുക്ക് പ്രസിഡന്റ് ശ്രീ ദിവാകരനിലേക്ക് പോകാം. എന്താണ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്? നമ്മൾ കേരള പിറവിക്ക് തൊട്ട് മുമ്പെയാണ് ഐക്യ നാണയ സംഘം എന്ന പേരിലാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് അത് സഹകരണ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു. പിന്നീട് 79-ലാണ് ബാങ്കായിട്ട് രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ പടിപടിയായിട്ട് ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല നിലയിൽ ഇടപാട് നടത്തുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന ബാങ്കിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കെട്ടിടം, ഓഡിറ്റോറിയം, അതുപോലെ തന്നെ കീഴറയിൽ പ്രവർത്തിക്കുന്ന സ്വന്തമായിട്ടുള്ള കെട്ടിടം, ആ നിലയിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ ആലോചിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വൈദ്യുതി ചാർജ് വലിയ തോതിൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ കെട്ടിടത്തിനകത്ത് സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ 3200 സ്ക്വയർ മീറ്റർ. അപ്പോൾ ആ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു EV സ്റ്റേഷൻ കൂടി, ഇലക്ട്രിക് വെഹിക്കിളിന് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന EV സ്റ്റേഷൻ കൂടി കണ്ണപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അത് KSEB എന്നുള്ള ഒരു പെർമിഷന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പിന്നെ ഈ 2 പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും, അത് കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായാലും വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടായാലും വീട് നിർമ്മാണത്തിനായാലും അതുപോലെ തന്നെ ആളുകൾക്ക് വിദേശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ നിലയിൽ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ കൃത്യമായിട്ട് സമയബന്ധിതമായി നിർവഹിച്ചു കൊടുക്കുക. ഒന്ന് തിരിച്ചു വരാം സെക്രട്ടറി, ഇതെല്ലാം പലിശയ്ക്ക് പൈസ കൊടുക്കില്ല. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളില്ല. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണ്? ഇത് പൈസ കൊടുക്കുന്നു, കൃത്യമായിട്ട് തിരിച്ചു വാങ്ങുന്നു, പലിശ വാങ്ങുന്നു. അതൊരു ബാങ്കിങ് സംവിധാനമാണ്. ഈ പ്രസ്ഥാനം സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതാണ് അറിയേണ്ടത്. സാധാരണക്കാരന്റെ കണ്ണീരൊപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ കാർഷിക മേഖല ഇടപെടല്, വിദ്യാഭ്യാസ കുട്ടികളുടെ പഠനോപകരണങ്ങൾ നൽകുക, അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ TV അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ SLC+2 മുഴുവൻ വിഷയങ്ങൾ A+ നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, ക്യാഷ് അവാർഡ്, ഇതൊക്കെ തന്നെ എല്ലാ വർഷവും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ വർഷം നമ്മൾ നടത്താൻ തീരുമാനിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വൾഡിപ്പോ എന്നത് നമ്മൾ വലിയ മാർജിനില്ലാതെ വിൽപ്പന നടത്തിയാണ്. ഇപ്പം ഒരു രാസവളം വന്നു കഴിഞ്ഞാൽ അതേ കാശിന് നമുക്ക് കിട്ടിയ കാശിനാണ് കർഷകർക്ക് കൊടുക്കുന്നത്. അവിടെ ചരക്ക് ഈ ഗതാഗത കൂലിയെല്ലാം നമ്മൾ ബാങ്ക് സഹിക്കുകയാണ്, അത് കർഷകർ സഹായിക്കുന്നത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പലിശരഹിതമായിട്ട് കാർഷിക നെൽകൃഷി പലിശരഹിത വായ്പ നെൽകർഷകർക്ക് അത് വേണ്ടത്ര ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിലും ചുരുക്കം ചില ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചില ഗ്രൂപ്പുകൾ, കാർഷിക മേഖല യുവാക്കളുടെയും ചില ഗ്രൂപ്പുകളെല്ലാം കൂട്ടായി കൃഷി ചെയ്യുമ്പോൾ ഈ നിലയിൽ നമ്മൾ സഹായം നൽകി വരുന്നുണ്ട്. ഈ കാർഷിക മേഖലയിലെ കൂട്ടായ കൃഷികളൊക്കെ നടക്കുന്നുണ്ടോ? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവാക്കളുടെ സംഘടനയാണോ, സ്ത്രീകളുടെ സംഘടനയാണോ? അതിൽ സ്ത്രീകളുടെ സംഘടന നടത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ JLG ഗ്രൂപ്പ്, കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള JLG ഗ്രൂപ്പ്, അവിടെയും നമ്മൾ ഈ കാർഷിക വായ്പ കൊടുക്കുന്നുണ്ട്. അതും പലിശരഹിതമായിട്ട് കൊടുക്കുന്നതാണ്. അവർക്ക് നെൽകൃഷിക്ക് വേണ്ടി എല്ലാം പൂർണ്ണമായി പലിശരഹിതമായി കൊടുക്കുന്നുണ്ട്. ഈ കുടുംബശ്രീയുടെ JLG ഗ്രൂപ്പുകൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറെ കൂടി അത് ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തൊഴിലവസരങ്ങൾ, കുടുംബശ്രീയുടെ സർക്കാരിൻ്റെ നമ്മുടെ സഹകരണ മേഖലയിലേക്കുള്ള തൊഴിലവസരങ്ങൾ എന്ന നിലയിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയാൽ നമ്മൾ വായ്പ വളരെ പെട്ടെന്ന് അവർക്ക് വായ്പ ചെറിയ പലിശയ്ക്ക് കൊടുക്കുകയാണ്. അവരുടെ സബ്സിഡി എല്ലാം പിന്നീട് വരുന്നതാണ്. നമ്മൾ ബാങ്ക് എന്നതിൽ ആദ്യമേ കൊടുക്കും. അപ്പോൾ കുറേ തൊഴിലവസരങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം പ്രസിഡന്റ്, നമ്മൾ ഈ നിങ്ങളുടെ മനസ്സിൽ സമൂഹത്തിൻ്റെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, അവരുടെയൊക്കെ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്റ്റുകൾ വല്ലതുണ്ടോ?
അങ്ങനെ വല്ല ആലോചനകളുണ്ട്? ഇനി ആകെ നമ്മൾ ദരിദ്രരില്ല, അതിദരിദ്ര അങ്ങനെ ആ ലെവലിലേക്ക് ഇപ്പോൾ വളർന്നു കഴിഞ്ഞു കേരളം. പക്ഷേ എന്നാലും നമ്മൾ അത്തരത്തിലുള്ള വല്ല ചിന്തകളുമുണ്ടോ, പദ്ധതികളും? അല്ല, അതിദരിദ്രം ഇല്ലാത്തൊരു കേരളമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അതിദരിദ്രരില്ല. ഈ EV സ്റ്റേഷൻ പോലുള്ള മറ്റ് എന്ത് പ്രൊജക്റ്റുകളാണ് മനസ്സിലുള്ളത്? EV സ്റ്റേഷൻ പോലുള്ള മറ്റു പ്രൊജക്റ്റുകൾ, പൊതുസമൂഹത്തിൽ ഇടപെടാനുള്ള മറ്റെന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ ഇപ്പോഴും ആലോചിച്ചത് പിന്നെ EV സ്റ്റേഷനും നമ്മളെ ബാങ്ക് പൂർണ്ണമായിട്ടും സോളാർവൽക്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. നമ്മൾ മുഴുവൻ വീടുകളിലേക്കും നമ്മുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടി പറ്റാവുന്ന ഇടപാടുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിനൊരു വ്യക്തമായ രൂപം കൈവന്നിട്ടില്ല. മുഴുവൻ വീടുകളിലും ഇപ്പം പ്രത്യേകിച്ച് നമ്മളെ ഈ പുതിയ കുട്ടികൾ, ചെറുപ്പക്കാർ പലപ്പോഴും നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെടുന്നതിൽ ചെറിയൊരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ ആ പഠിച്ചിട്ടുള്ള ബാങ്കിൽ പോകുന്നൊരു ATM 5 ഒന്നുണ്ട്. പിന്നെ ഇപ്പൊ ATM-ന്റെയും പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. എല്ലാം ഗൂഗിളായി വരുമ്പോൾ ATM-ന് വലിയ പ്രാധാന്യം. പക്ഷേ ATM നമ്മൾ തയ്യാറാക്കി അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം ഉള്ള ആളുകൾക്ക് പണം അയക്കാനും കൊടുക്കാനും ഒക്കെ പറ്റാവുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാം ബാങ്കിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ജീവനക്കാർ ഇപ്പൊ എല്ലാവരും ചേർന്നിട്ട് ഒരു 58 പേര്. ബിൽ കളക്ടേഴ്സ് ഉണ്ട്. ബിൽ കളക്ടേഴ്സ് ഉൾപ്പെടെ, അതുപോലെ തന്നെ വാച്ച്മാൻമാർ ഉൾപ്പെടെ, പിന്നെ PTS ആയിട്ട് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ നമ്മളൊരു 58 പേരാണ്. ഈ ബിൽഡിങ്ങിന് ഈ ഓഡിറ്റോറിയങ്ങളും EV സ്റ്റേഷനുകളും അല്ലാതെ മറ്റെന്ത് പ്രവർത്തനങ്ങളാണ്? നേരത്തെ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള വളണ്ടിപ്പോ, അത് നല്ല നിലയിൽ നമുക്ക് പിന്നെ കൃഷിക്കാരെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നും കൃഷിക്കാർ നമ്മുടെ അടുക്ക വന്നിട്ട് ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം വാങ്ങി കൊണ്ടുപോകും. കാർഷിക മേഖല സമ്പന്നമാണ് ഈ മേഖലയിൽ, അല്ലേ? കാർഷിക മേഖലയിൽ പഴയ പ്രതാപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ തെങ്ങ്, അതുപോലെയുള്ള പച്ചക്കറികളെ ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മൾ ഇല്ല. അതിന് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം തയ്യാറാക്കി തരുന്ന പ്രോജക്റ്റുകൾക്ക് നമ്മൾ ഏത് വിധത്തിലുള്ള സഹായം വേണമെങ്കിൽ ആ സഹായം. നിങ്ങളുടെ വായ്പാ പരിധി എത്രയാണ്? ഒരാൾക്ക് എത്ര ലക്ഷം വരെ നിങ്ങൾ വായ്പ കൊടുക്കുന്നു? 50 ലക്ഷം വരെ. 50 ലക്ഷം വരെ, 1/2 കോടി രൂപ വരെ വായ്പ കൊടുക്കാൻ പാകത്തിന് നമ്മൾ വളർന്നു കഴിഞ്ഞു, അല്ലേ? പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് തിരിച്ചടവ് ചെറിയ വീഴ്ചകൾ പലപ്പോഴും ഈ നമ്മുടെയൊക്കെ മാത്രമല്ല, പൊതുവേ ഈ നമ്മുടെ സഹകരണ മേഖലയിൽ തിരിച്ചടവ് ഒരു പ്രശ്നമായിട്ട് ഇപ്പം നിലനിൽക്കുന്നു. നടപടി സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത നിലയുണ്ട്. ആളുകൾ പ്രതിസന്ധി വരുമ്പോൾ ബാങ്കിൻ്റെ സമയത്തേക്ക് വരും. നമ്മൾ അവരെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ലോൺ കൊടുക്കും. പക്ഷെ അത് കൃത്യസമയത്ത് തിരിച്ചടക്കേണ്ടതാണെന്നുള്ളൊരു അവബോധം ചിലരിലെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രവർത്തനത്തെ വല്ലാതെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അത്തരം ലോണുകൾക്കെല്ലാം തന്നെ റിസർവ് വെക്കേണ്ടി വരും. അങ്ങനെ റിസർവ് വെക്കുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തിനകത്ത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അത് ഉണ്ട് ഇപ്പോൾ. പിന്നീട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ചില സമീപനങ്ങളും കേരളത്തിലെ സഹകരണ മേഖലയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അത് പിന്നെ ഇതിനകത്തേക്ക് കടന്ന് കയറാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതൊരു ഭീഷണിയാണ്, വല്ലാത്ത ഭീഷണിയാണ്. ടാക്സുമായി ബന്ധപ്പെട്ട നിരവധി അത് പൂർണ്ണമായിട്ടും നമ്മുടെ അനുഭവത്തിൽ അത് പൂർണ്ണമായിട്ടും തെറ്റായ ഒരു പ്രയോഗമാണ്. ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്തെങ്കിലും വളരെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിലാണ് ചെറിയ ചെറിയ അപാകതകളില്ലാത്തത്. പക്ഷേ കേരളത്തിലെ സഹകരണ മേഖലയിൽ അത് ഉണ്ട് എന്ന് പറയുന്നത് സഹകരണ മേഖലയോടുള്ള ഒരു കെറിവ് മാത്രമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെയൊന്നും അനുഭവത്തിൽ ഇവിടെയൊന്നും ആ നിലയിലുള്ള ഒരു തെറ്റായ ഒരു നീക്കവും നമ്മുടെ ഒന്നും സ്ഥാപനത്തിനകത്തില്ല. പക്ഷേ ഈ ടാക്സിൻ്റെയൊക്കെ വല്ലാത്ത നിലയിലുള്ളൊരു കടന്നുകയറ്റം പ്രയാസം സൃഷ്ടിക്കും ഭാവിയിൽ. അത്തരം പ്രയാസങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ. 13 പേരാണ് ഞങ്ങളുടെ ബോർഡിലുള്ളത്. അതിൽ 3 സ്ത്രീകളുണ്ട്, ഒരു പട്ടികജാതി സംവരണത്തിനുമായിട്ട് ഒരാളുണ്ട്. എല്ലാവരും നല്ല ടീമായിട്ട് തന്നെ ഇതിൻ്റെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ സെക്രട്ടറി. പുതിയ ഈ ബിൽ കളക്ടർമാരൊക്കെ പെർമനന്റ് ആണെന്നുള്ള ആവശ്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു എത്ര ബിൽ കളക്ടർമാരുണ്ട്? 16 ബിൽ കളക്ടർമാരാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് സാധ്യത എത്രമാത്രം ഉണ്ട്? സാധ്യത ഒരു പഠനം ബിൽ കളക്ടർമാർക്ക് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതാണ്. ഞങ്ങൾ വീടുകളുമായിട്ടുള്ളൊരു ബന്ധം കുറേ കൂടി വിപുലപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറേ കൂടി ഈ ബിൽ കളക്ടർമാരുടെ കളക്ഷൻ വർദ്ധിക്കുന്ന ഇടയുണ്ടാവും. ഇപ്പോൾ ഉള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങൾ കുറേ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ച നിലയിൽ അവർക്ക് കളക്ഷൻ ഇല്ല.
അപ്പോൾ അത് വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി ആലോചിക്കുന്നത്. എല്ലാ വീടുകളിലും വാർഡ് അടിസ്ഥാനത്ത് എത്തിയിട്ട് ഒരു അക്കൗണ്ടെങ്കിലും ഇവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് വെക്കുക. പഴയ ഹോം സേഫിന് സമാനമായ ഒരു സംവിധാനം ആലോചിക്കുന്നത്. പൂർണ്ണരൂപത്തിലെത്തിയില്ല, അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവരെ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു. ഇവരുടെ കുടുംബം നമ്മൾ ചോദിച്ചു. ഇപ്പൊ അവരുടെ ജീവിത പങ്കാളിയും മക്കളും ആരാണെന്ന് കൂടി നമുക്കൊന്ന് അറിയണ്ടേ? പ്രസിഡന്റ് ജീവിത പങ്കാളി ആരാണ്, എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഭാര്യയുടെ പേര് രാധ. അവരെന്ത് ചെയ്യുന്നു? അവര് വീട്ടിൽ ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ജീവിത പങ്കാളി അറേഞ്ച് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതേ പ്രണയമായിരുന്നു? അറേഞ്ച് മാരേജ്. മക്കൾ എന്ത് ചെയ്യുന്നു? മകൻ ഇപ്പോ ഒരു 14 ദിവസമായിട്ട് അമേരിക്കയിലാണ്. എന്താ മകന്റെ പേര്? അരുൺ. എന്താണ് അമേരിക്കയിൽ? ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു പഠിച്ചിട്ട് ദുബായിലായിരുന്നു ഇതുവരെ ജോലി ചെയ്യുന്നത്. അവിടെ ഒരു സ്റ്റാർ ഹോട്ടലിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്കയിലേക്ക് ജോലി കിട്ടി ഫാമിലി അടക്കം അവിടത്തേക്ക് പോയി. രണ്ടാമത്തേത് മകളാണ്. മകള് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അവള് PG എല്ലാം കഴിഞ്ഞതാണ്, കമ്പ്യൂട്ടർ സയൻസ് PG കഴിഞ്ഞതാണ്. ഇപ്പോൾ അബുദാബിയിൽ ജോലി ചെയ്തു. അവിടെ താമസിക്കുന്നു ഭർത്താവിനൊപ്പം. മകൻ കല്യാണം കഴിച്ചാണ്. അവളും അവിടത്തേക്ക് പോയി. ഭാര്യ ഇവിടെ മാങ്ങാട് ഷജ്ന. നമ്മളെ ഒന്നും ചെയ്തില്ല, ഹൗസ് വൈഫായിട്ട്. മക്കൾ 2 പേരാണ്, 2 പെൺകുട്ടികൾ. മൂത്തവർ +2 കഴിഞ്ഞിട്ട് നീറ്റിന്റെ ഒരു കോച്ചിങ്ങിലാണ് ഉള്ളത്. രണ്ടാമത്തെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് ജീവിതം, സുഖമാണ്. നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രവർത്തന മേഖലകളിലൂടെ ഒരു സഞ്ചാരമാണ്. അപ്പോൾ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരെ കുറിച്ചും നമ്മൾ അറിഞ്ഞു. അവർ കടന്നു വന്ന വഴികളും നമ്മൾ അറിഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഗൂഢനീക്കങ്ങൾ പല രീതിയിലും നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മൊത്തം കള്ളപ്പണം സൂക്ഷിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല എന്ന നിലക്കുള്ള വലിയ പ്രചരണങ്ങളും നടക്കുന്നതിനിടയിൽ വലിയ പ്രവർത്തനങ്ങളുമായി ഒരു നാടിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ് മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക്. ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും അവരുടെ സാന്നിധ്യമുണ്ട്. ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങളെ നെഞ്ചിലേറ്റി നടന്നേ പറ്റൂ നമുക്ക്. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ വളരേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സക്സസ് സ്റ്റോറി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 2 ഇതിൻ്റെ സാരഥികൾക്കും നന്ദി, നമസ്കാരം.